ഹായ് വ്യൂവേഴ്സ്, ഉത്രട സ്പെഷ്യൽ മാങ്ങ അച്ചാറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ആവശ്യമായി വേണ്ടത് 2 മാങ്ങ, കുറച്ച് മുളക്, വെളുത്തുള്ളി. ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് ഇടുക. അത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. തീ സിമ്മാക്കി വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് കാന്താരി മുളകും പച്ചമുളകും ഇടുക. ഒരു 4-5 കാന്താരി മുളകും ഒരു 2 പച്ചമുളക് കൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതൊന്ന് വാടി വരുന്നത് ഇളക്കുക. വാടി വരുന്നത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം, പൊടികളൊക്കെ ഇടണം. അപ്പോൾ അതുവരെ നല്ലതായിട്ടൊന്ന് വാടി വരുന്നത് ഇളക്കുക. കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ആവശ്യത്തിനിടുക. ഞാനത് 2 മാങ്ങ ഇട്ടിട്ടുണ്ടായിട്ടാണ് 2-2.5 സ്പൂണോളം മുളക് പൊടി ഇട്ടേക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ആ ഒരു അരപ്പ് നല്ലതായിട്ടൊന്ന് വാടി വരുന്നതിലേക്ക് ഇളക്കുക. അതിന് ശേഷം ഉപ്പുനീര് ഒരു 2 സ്പൂണോളം ഉപ്പിട്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ 2 സ്പൂൺ ഉപ്പിട്ട് ഉപ്പുനീരാക്കിയത്. അതൊന്ന് നല്ലതായിട്ട് ഇളക്കി ഒഴിക്കുക ആവശ്യത്തിന്. കാരണം 2 മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പുനീര് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അരപ്പ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ കട്ടയിട്ടിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായം ഇടുക. കായം ആവശ്യത്തിന് കുറച്ച് 1/4 സ്പൂണോളം കായം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്. ഉപ്പിലോട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമാങ്ങ ഇടുക. പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചത് 2 പച്ചമാങ്ങയാണ് നേരത്തെ പറഞ്ഞ നമുക്ക് ഇട്ടേക്കുന്നത്. നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ കഷ്ണങ്ങളാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഒരു വലിയ മാങ്ങ എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ട് അരപ്പെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് ഇളക്കുക. അപ്പം തീ ഓഫ് ചെയ്തിട്ടാണ് ഈ മാങ്ങ ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാലേ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. ഇളക്കി വരുമ്പോഴത്തേക്ക് അരപ്പൊക്കെ എല്ലായിടത്തും പിടിച്ച് വരുമ്പോഴത്തേക്ക് മാങ്ങ വെന്ത് പോകും. അപ്പോൾ ചില ആൾക്കാർക്ക് മാങ്ങ വെന്ത അച്ചാർ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സിമ്മിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കടുമാങ്ങയുടെ. നമ്മുടെ ഇവിടെ നാട്ടിൽ കടുമാങ്ങ എന്ന് പറയുന്ന മാങ്ങ അച്ചാറിന്. ഓക്കെ, താങ്ക് യു.